ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന ജപ്പാൻ വേഴ്സസ് ബ്രസീൽ മത്സരത്തിൻ്റെ ഹൈപ്പ് അത് ഭീകരമായിരുന്നു. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. അതായത് ജപ്പാൻ ബ്രസീലിനെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ പുറത്തേക്ക് വന്നിരുന്നു. ജപ്പാന്റെ പരിശീലകനും താരങ്ങളും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. അതായത് ജാപ്പനീസ് താരമായ കെൻഡോ പറഞ്ഞത് ബ്രസീലിനെയോ നെയ്മറെയോ പേടിയില്ല, തങ്ങൾ മികച്ച പ്രകടനം നടത്തും എന്നുള്ളതായിരുന്നു. ജപ്പാന്റെ പരിശീലകനായ മുറിയാസു പറഞ്ഞത് ഈ മത്സരത്തിലെ ഫേവറേറ്റുകൾ ബ്രസീൽ അല്ല, രണ്ട് ടീമുകൾക്കും ഒരുപോലെ സാധ്യതകൾ ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് കപ്പ് വരെ നേടാൻ കഴിയുന്ന ടീമാണ് ജപ്പാൻ ടീം എന്ന് മത്സരത്തിന് മുന്നേ മുറിയാസു പറഞ്ഞിരുന്നു. ഈ മത്സരത്തിന് തൊട്ടു മുന്നേ ജാപ്പനീസ് ക്യാപ്റ്റനായ കോ ഇറ്റാക്കുറ പറഞ്ഞത് ഞങ്ങൾ ബ്രസീലിനെ പരാജയപ്പെടുത്തും എന്നുള്ളതായിരുന്നു. അങ്ങനെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. മാത്രമല്ല ജർമ്മനിയിലെ പ്രശസ്തനായ ഒരു എക്കണോമിസ്റ്റ് ആണ് ജോക്കിംഗ് ക്ലമന്റ്. അദ്ദേഹം പറഞ്ഞത് അതല്ലെങ്കിൽ അദ്ദേഹം പ്രവചിച്ചത് ഈ മത്സരത്തിൽ ജപ്പാൻ ബ്രസീലിനെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ഈ മത്സരത്തിന് ഇത്രയധികം ഹൈപ്പ് ഉണ്ടായിരുന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബ്രസീൽ ഒരു ഗോൾ വഴങ്ങുകയും ചെയ്തു. ഇതോടുകൂടി പ്രവചനങ്ങൾ ശരിയാകുമോ എന്ന ഭീതി പലർക്കിടയിലും ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാം പകുതിയിൽ ബ്രസീൽ നടത്തിയ ഒരു പ്രകടനം അതിന് കൈയടിച്ചേ മതിയാകൂ. ജപ്പാൻ ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. സമ്പൂർണ്ണ ആധിപത്യമാണ് ബ്രസീൽ രണ്ടാം പകുതിയിൽ നടത്തിയത്. മുഴുവൻ ആക്രമണവും ബ്രസീലിന്റെ ഭാഗത്ത് നിന്നായിരുന്നു. അതുകൊണ്ടാണ് അർഹിച്ച 2 ഗോളുകൾ അവർ നേടിയിട്ടുള്ളത്. അർഹിച്ച വിജയമാണ് ബ്രസീൽ നേടിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാളികളായിക്കൊണ്ട് ഈ മത്സരത്തിൽ ബ്രസീൽ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ജപ്പാനെ തളർത്തിക്കളയാൻ ബ്രസീലിന് സാധിച്ചു എന്നുള്ളതാണ്. ജപ്പാന്റെ ഏറ്റവും വലിയ ദൗർബല്യം അത് ഏരിയൽ ബാറ്റിൽ തന്നെയായിരുന്നു. അത് തന്നെയാണ് ബ്രസീൽ കൃത്യമായി മുതലെടുത്തത്. ഈ മത്സരത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ 69% ബോൾ പൊസഷൻ കൈവശം വെക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട്. 31% ജപ്പാന്റെ കൈവശം ബോൾ ഉണ്ടായിരുന്നത്. അവിടെ ബ്രസീലിന്റെ ഒരു മുൻതൂക്കം കാണാം. XG അഥവാ എക്സ്പെക്റ്റഡ് ഗോൾസിൽ ബ്രസീലാണ് മുന്നിൽ 1.72, 0.23 മാത്രമാണ് ജപ്പാൻ. ടോട്ടൽ ഷോട്ടുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ 19 ഷോട്ടുകൾ ബ്രസീൽ ഉതിർത്തു. കേവലം 5 ഷോട്ടുകൾ മാത്രമാണ് ജപ്പാന് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് വന്നാൽ 7 ഷോട്ട് ഓൺ ടാർഗറ്റ് ബ്രസീലിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു. 2 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് മാത്രമാണ് ജപ്പാന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത്. അതുപോലെ തന്നെ ഓപ്പോസിഷൻ ബോക്സിലുള്ള ടച്ചുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ 35 തവണയാണ് ബ്രസീൽ ജപ്പാന്റെ ബോക്സിൽ ടച്ചുകൾ നടത്തിയിട്ടുള്ളത്. അതേസമയം 11 തവണയാണ് ജപ്പാൻ ബ്രസീലിന്റെ ബോക്സിൽ ടച്ച് നടത്തിയിട്ടുള്ളത്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബ്രസീലിന്റെ ഒരു സമഗ്രാധിപത്യത്തെയാണ്. അതായത് ബ്രസീൽ തന്നെയാണ് ഈ മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുള്ളത്. ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ജപ്പാൻ മികച്ച ഒരു ഗോൾ നേടി. അതിൽ ഡിഫെൻഡ് ചെയ്ത് നിന്നുകൊണ്ട് വിജയിക്കാം എന്ന ഒരു തന്ത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ രണ്ടാം പകുതിയിൽ ബ്രസീൽ അത് പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. തോൽക്കാൻ മനസ്സില്ലാതെ ബ്രസീൽ അവസാന മിനിറ്റ് വരെ പോരാടി. അതിന്റെ ഒരു ഫലമായിക്കൊണ്ടാണ് അവരിപ്പോൾ ഈ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.